ഇന്ന് നമ്മൾക്ക് നവരത്ന പുലാവ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ബോയിൽഡ് റൈസ്, ക്യൂബായിട്ട് മുറിച്ച പനീർ, ക്യൂബായിട്ട് മുറിച്ച ക്യാരറ്റ്, ക്യൂബായിട്ട് മുറിച്ച ബീൻസ് എല്ലാം ഒരേ കപ്പ്. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എടുക്കാം. ഞാനിവിടെ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട് 1 കപ്പ്. ഉരുളക്കിഴങ്ങ് ക്യൂബായിട്ട് മുറിച്ചത് 1 കപ്പ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കാഷ്യൂ നട്ട്, കിസ്മിസ്, ബദാം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. പിന്നെ ഈ ഓരോ ഐറ്റവും നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്യണം. നിങ്ങൾ വെണ്ണയോ നെയ്യോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. ഇത് പഞ്ചാബികളുടെ റെസിപ്പിയാണ്. ഒരു കാരണവശാലും വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അധികം ഉപ്പിടരുത്. റൈസ് വേവിച്ചേക്കണ ഉപ്പിട്ടാണ്. പിന്നെ റൈസിൽ നിങ്ങൾ മസാലകളൊന്നും ഇടണമെന്നില്ല, വെറുതെ സോൾട്ട് ഇട്ട് വേവിച്ചാൽ മാത്രം മതി. ആദ്യം തന്നെ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് തന്നെ ആവശ്യത്തിന് മാത്രം, ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള സോൾട്ട് മാത്രം മതിയേ. ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ സെപ്പറേറ്റ് ആണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ് ഫ്രൈ ഒന്നുമല്ല, ഒരു ഉരുളക്കിഴങ്ങൊക്കെ വെന്താൽ മാത്രം മതി, നിറം മാറണ്ട. ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ നിറം മാറരുത്. നമുക്കത് ഓയിലിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇനി ക്യാരറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ബീൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ വ്യത്യാസം ഇല്ലാത്ത തരത്തിലുള്ള വേവാണ് രണ്ടിനും. 1 മിനിറ്റോ വല്ലതും കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് ബീൻസും ആഡ് ചെയ്യും. ഓക്കെ, സോൾട്ടും ഇടണേ. എല്ലാത്തിനും ആവശ്യമുള്ള സോൾട്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അത് അത്യാവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ടേ. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള ക്യാപ്സിക്കം പെട്ടെന്നാവും. ക്യാപ്സിക്കം 2 കൂടെ ഒന്നിച്ചിട്ടാൽ മതി. നിങ്ങൾ പ്രത്യേകം ഇടാനായിട്ട് നോക്കണ്ട. എന്തൊക്കെ കളറാണോ, യെല്ലോ ആണേലും റെഡ് ആണേലും ഗ്രീൻ ആണേലും ഒരേപോലെ ഫ്രൈ ചെയ്യുക. പെട്ടെന്നായി കിട്ടും. ഇനി നമുക്ക് പനീർ ഇടാം. പനീറിന് ചെറിയൊരു ഗോൾഡൻ കളർ വന്നില്ലെങ്കിൽ നമ്മൾ റൈസിലിട്ട് ഇളക്കുമ്പോൾ പനീർ നമുക്ക് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്യും. പനീർ പാകത്തിനുള്ള ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് കടായിൽ നിന്ന് കോരി മാറ്റാം. ഓക്കെ, നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സായ ബദാമും കാഷ്യൂ നട്ടും കിസ്മിസും ഫ്രൈ ചെയ്യാം. ആദ്യം നമുക്ക് ബദാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാമേ. എന്നിട്ട് കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ടാൽ മതി.
കിസ്മിസ് ഇടാം. കിസ്മിസ് ഒന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം ഓഫാക്കിയിട്ട് കോരി. ഇനി നമുക്ക് ഈ പുലാവ് ഒന്ന് സെറ്റ് ചെയ്യാം. ഒരു കടായി വെക്കുക. കടായിലോട്ട് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണോ 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ചൂടാകാനുള്ള സമയം കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ 2-3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ട ഈ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആക്കാൻ അനുവദിക്കുക. ഫ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് ജീരകം, 1/2 ടീസ്പൂണോളം ജീരകവും കൂടി, നല്ല ജീരകം, പെരുംജീരകമല്ല, നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കും. ഇത് ജീരകം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അല്പം പാലൊഴിക്കണം. നിങ്ങൾക്ക് കളറ് വേണമെന്നോർക്കത് കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ ചെറുതായിട്ട് ലെമൺ കളറോ എന്തെങ്കിലും ചേർക്കാം. എന്നിട്ട് അല്പം പാൽ, 1/2 ഗ്ലാസോളം പാലൊഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ റൈസ് ഇടുക. ബോയിൽഡ് റൈസ് എന്ന് ഞാൻ ആദ്യം തന്നെ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു. പക്ഷേ ഈ റൈസ് നമ്മൾ ബസുമതിയാണ് എടുക്കണം. നമ്മൾ ചോറ് വെക്കണ റൈസല്ല, ബസുമതി റൈസ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണ ജീരകശാലയാണ്. ജീരകശാലയോ ലോങ് റൈസോ ഏത് റൈസ് വേണേലും നമുക്കെടുക്കാം. റൈസ് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പരിപാടി. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാണ് വെജിറ്റബിൾ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കളർഫുള്ളായി തോന്നാൻ വേണ്ടി റൈസിൻ്റെ എല്ലാ സ്ഥലങ്ങളോളം നമ്മുടെ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. കോളിഫ്ലവർ അങ്ങനെയുള്ള വെജിറ്റബിൾ എല്ലാം ചേർക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം. കളർഫുള്ളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ.